कदम, चौखट के बाहर क्या गए, तेरी कुड़माई के दिन आ गए। हाय बन्नो परदेसिया के देश के, चौबारे तुझको भा गए, तेरी कुड़माई के दिन आ गए। ले रहा सामना तेरी माई बाबुल का घर बार है, हो गेंदा गुलाबों से सजी डोली तेरी तैयार है। करी വേദിയിലും സദസ്സിലുമുള്ള എല്ലാ ഇഷ്ട അതിഥികൾക്കും ആദ്യമായി ഞാൻ നമസ്കാരം പറയാം. നമ്മളെ കാര്യപരിപാടികൾ ഇവിടെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് ആരംഭിക്കേണ്ട ഒരു അവസ്ഥയിലായി. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്ത് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാടുണ്ടായിരുന്നു. അതൊക്കെ തരണം ചെയ്ത് ഞങ്ങളിപ്പോൾ ഈ ഒരു നിലയിലെത്തി. അത് നമ്മൾ നാട്ടിലൂടെ ചിന്തിച്ചിട്ടാണ് ഞങ്ങൾ ഒരുപാട് ചർച്ച ചെയ്ത് നാട്ടിലുള്ള ഞങ്ങളുടെ വലിയ വലിയ ആളുകളെ സംസാരിച്ച് ആ സമയത്താണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു ആഗ്രഹം വന്നത്. ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ്, ഒരു ചാരിറ്റി ഹബ്ബ് തുടങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടായത്. അത് ഞങ്ങളെ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതിക്കുകയാണ്. അതുപോലെ നമ്മുടെ കണ്ണൻ ഫൗണ്ടേഷൻ ബാക്കി എത്തിയിട്ടില്ല. ബാക്കയോട് പോലെ കാര്യം പറഞ്ഞ സമയത്ത് ബാക്ക ഇപ്പോഴും ഇതിന്റെ പിന്നാലെ ഓടുക. ആണല്ലേ? നമ്മുടെ അതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ ഔദ്യോഗികമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. MLA സാറിന് പോകാനുണ്ടായതുകൊണ്ട്. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. മനോഹരമായിട്ടുള്ള പണിതീർത്ത കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം, അതോടനുബന്ധിച്ച് നടത്തുന്ന ഇഫ്താർ സംഗമം, ആ വേദിയിലാണ് നമ്മളൊക്കെ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ക്ഷമ ചോദിക്കണം. നമ്മുടെ CPM-ൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ്, അദ്ദേഹം മിനിഞ്ഞാന്നാണ് മരണപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ അനുശോചന യോഗം ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എനിക്കതിൽ പങ്കെടുക്കേണ്ടത് അനിവാര്യമാണ്. സമ്മതമാക്കി പോകാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് അങ്ങനെ പോകാൻ പറ്റില്ല. ഇല്ല, ആൾക്കാരെ വെച്ച് MLA ഉദ്ഘാടനം ചെയ്യണം. അത് ഞങ്ങൾ കൂടി ഒരു സന്തോഷമാണ്. പിന്നെ പരിപാടിയിൽ വന്ന് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഈ നമ്മോട് നല്ല
അവരൊന്ന് മനോഹരമായിട്ടുള്ള അവരുടെ സംഘാടനത്തിലൂടെ, അവരുടെ പ്രവർത്തനത്തിലൂടെ, അവരുടെ കഠിനാധ്വാനത്തിലൂടെ അവർ നമ്മുടെ മുമ്പിൽ പിന്നെ ഇതിനെല്ലാ നിലക്കും സഹായിച്ച നമ്മുടെ മുഹമ്മദ് അലി ബാബു, ജബ്ബാർ മാഷ പേരത് പോകും. ഇത് നല്ലൊരു കാര്യമാണ്. ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് എന്നതിനപ്പുറം നാടിനു വേണ്ടി നാടിന്റെ ലിഖിത മേഖലകളിൽ വളരെ സുതാര്യമായ പങ്കുവഹിക്കുന്നതിനിടയിടുന്നു. മെമന്റ് നൽകി ആദരിക്കുന്നു. താങ്ക് യു സാർ. അടുത്തതായി അഫ്നാൻ ചികിത്സാ സഹായ വിതരണം. ഗാലക്സി ആർട്സ് സ്പോർട്സ് ആൻഡ് ക്ലബ്ബ് ഞാനിവിടെ വന്ന കാലം മുതലേ കേൾക്കാൻ തുടങ്ങിയൊരു ക്ലബിൻ്റെ പേരാണ്. നമ്മളെ രക്തദാനത്തിലായാലും ഇപ്പം കോവിഡ് വന്ന സമയത്ത് എല്ലാ വീടുകളിലും കിറ്റും മറ്റുമൊക്കെ എത്തിച്ച് ഒരുപാട് പാവങ്ങളെ സഹായിച്ച് വരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഒരു ക്ലബ്ബാണ് നമ്മളെ ഗാലക്സി ക്ലബ്ബ്. ഇനിയും ഒരുപാട് ആളുകൾക്ക് സഹായങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്യാൻ സാധിക്കട്ടെ. എല്ലാവിധ പ്രാർത്ഥനകളും നൽകിക്കൊണ്ട് നന്ദി, നമസ്കാരം. ഈ ഒരു ക്ലബ്ബ് ഞാനിന്ന് നടന്നു പോകുമ്പോൾ കാണുന്നൊരു ഇത്ര പെട്ടെന്ന് ഒരു രണ്ട് മാസം പോലും ആയിട്ടില്ല എങ്ങനെ ഒരു ബിൽഡിംഗ് ഇവിടെ ഒരു ഉയർത്തി കെട്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ളത്. വളരെയധികം പ്രശംസനീയമാണ് ഈ ഒരു പ്രവൃത്തിക്ക്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ഗാലക്സി ക്ലബിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും ഹൃദയം നിറഞ്ഞ ഭാവുകങ്ങൾ നേരുന്നു. ഇത് കേവലം ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് ഉപരി ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ മേഖലകൾ കൂടി നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുന്നു. നന്ദി. താങ്ക് യു സർ. യോഗത്തിൻ്റെ അധ്യക്ഷൻ, ക്ലബിൻ്റെ ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, വേദിയിലുള്ള സാമൂഹ്യ പ്രവർത്തകർ, ഞാൻ 5:30 മണിക്ക് ഉദ്ഘാടനം, അത് കഴിഞ്ഞ് നമ്മുടെ രാധാകൃഷ്ണൻ്റെ അവിടെയും ഇവിടെയും 2 പരിപാടികളാണെന്ന് നടക്കുന്നത്. അപ്പോൾ മാഷോട് നിങ്ങൾ എത്ര മണിക്ക് എത്തുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാനിവിടെ എത്തിയെന്ന്. അപ്പോൾ പിന്നെ എത്രയും ബിഫോർ ടൈമിന് തന്നെ തുടങ്ങാൻ പറ്റി എന്നുള്ളത് ഏറെ ഒരു സന്തോഷകരമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ ഈ കുട്ടികൾ ചെയ്തിട്ടുള്ള ഈ ഒരു സൽപ്രവൃത്തി വളരെ നല്ലതായിട്ട് അനുഭവപ്പെടുകയാണ്. കാരണം പല പ്രദേശങ്ങളിലും ക്ലബ്ബുകളൊക്കെ വളരെ സജീവമായി പല മത്സരങ്ങളിലും അവരുടെ സാന്നിധ്യമൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് കാരണവന്മാരൊക്കെ നമ്മൾ സദസ്സിലിരിക്കുന്ന പല ആളുകളുണ്ട്. അവരുടെയൊക്കെ നേതൃത്വത്തിൽ പണ്ട് നടന്നിരുന്ന സംഭവങ്ങളൊക്കെ നമ്മളെ കുട്ടിക്കാലത്തൊക്കെ ഓർമ്മ വരികയാണ്. പഴയ കാലത്തെ സംഭവമായിട്ട് അവിടെ എത്തിക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് ഇന്ന് ഉണ്ടായ സമയത്ത് ഒരു ന്യൂസ് വന്നു. നമ്മുടെ ഒരു ലൗന മുഹമ്മദ് എന്ന കുട്ടിയാണ്, ഡോക്ടർ ലൗന മുഹമ്മദ്, ചേളാരിയിൽ നിന്നുള്ള ഒരു ഡോക്ടറാണ്. അന്ന് വയനാട്ടിലെ ദുരന്തം ഉണ്ടായപ്പോൾ ഈ കരയിൽ നിന്ന് മറ്റു കരയിലേക്ക് ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുമ്പോൾ കടന്നു ചെല്ലാൻ മാർഗമില്ലാതിരുന്ന റോപ്പിൽ കെട്ടിയിട്ട് ആ റോപ്പിലൂടെ ഒരു കുട്ടി അക്കരെ കടന്ന ആ ഒരു രംഗം എല്ലാവരും ഭയപ്പെട്ടിരുന്ന സമയത്ത്, അപ്പോൾ അത് ആരാണെന്ന് ചോദിച്ചു. ഇത് റിപ്പോർട്ട് ചെയ്ത ടീമിനെ വിളിച്ചന്വേഷിച്ചപ്പോഴാണ് അത് തേനിപ്പലത്തുകാരിയാണ്. എവിടുന്നാണെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ തൊട്ട ഈ പടിഞ്ഞാറ് നാട്ടുകാർ. വളരെ സന്തോഷകരമായ ഒരു സന്ദർഭത്തിനാണ് നമ്മൾ സാക്ഷികളായത്. ഗാലക്സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആതുര ശുശ്രൂഷയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങളുടെ കൈമാറ്റം, അതുപോലെ അഫ്നാൻ ചികിത്സാ നിധിയിലേക്ക്
ഗാലക്സി ക്ലബ്ബ് അംഗങ്ങൾ പിരിച്ചെടുത്ത തുകയുടെ കൈമാറ്റം, കൂടാതെ നമ്മുടെ ഏറ്റവും നല്ല വില്ലേജ് ഓഫീസർക്കുള്ള ഉപഹാരം, ആദരിക്കൽ, ഇതെല്ലാം കൂടിച്ചേർന്ന പ്രൗഢഗംഭീരമായൊരു പരിപാടിയിലാണ് നമ്മൾ സന്നിഹിതരായിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഈ നാടിൻ്റെ ചൂടും ചൂരും അറിഞ്ഞ് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഗാലക്സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ സേവന പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങളോട് ഞാൻ പറയേണ്ടതില്ല. ഞാൻ മനസ്സിലാക്കിയത് ഈ പുതിയ ഓഫീസ് ഉദ്ഘാടനത്തിൽ അധ്യക്ഷൻ, ഗാലക്സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ രാജേഷ്, ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാരുടെ ഒത്തുകൂടലും ക്ലബ്ബുകളെല്ലാം വ്യാപകമായിട്ട്, ഇവിടെ തന്നെ പല വർഷങ്ങൾ മുമ്പ് ക്ലബ്ബുകളൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു ക്ലബിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് നമുക്കറിയാം. നേരത്തെ സൂചിപ്പിച്ചതുപോലല്ല, ആ ക്ലബ്ബുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അതിൻ്റെ ലക്ഷ്യം ഒരു പ്രസ്ഥാനമായി ഇതിനെ വളർത്തിയെടുക്കണമെന്ന സംഘാടകന്മാരുടെ ആഗ്രഹത്തെ എല്ലാ നിലയിലും അഭിനന്ദിക്കുക. നിങ്ങൾക്ക് ആർക്കും വല്ലാതെ അറിഞ്ഞുകൊള്ളണമെന്നില്ല, ചിലപ്പോൾ അറിയാവുന്ന അതിൻ്റെ ഭാരവാഹി എന്ന രീതിയിലുള്ളൊരു വിജയം മാത്രമാണ്. നേരത്തെ പാങ്ങമ്പ്രയിൽ പീപ്പിൾസ് കൾച്ചറൽ ബ്യൂറോ എന്ന പേരിൽ ഒരു സംഘടന ഉണ്ടായി. ടി ഗോപിനാഥനായിരുന്നു ഇതിൻ്റെ സെക്രട്ടറി. ഒരുപാട് നല്ല കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായി ഈ പ്രദേശത്ത് നടന്നു പോയിട്ടുണ്ട്. ഞാൻ നിരൂപിക്കുകയാണ്, ഇത് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഭക്ഷണ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ആളുകളിലെ ആർക്കും ഒരു പരാതിക്കും അവസരമില്ലല്ലോ എന്നാണ് സാധാരണ രീതിയിലുള്ള നമ്മൾ വിശ്വസിക്കുക. എന്നാൽ ഇന്നും പട്ടിണി കിടക്കുന്ന ആളുകളുണ്ട് എന്ന് മനസ്സിലാക്കാം. MLA, വേദിയിരിക്കുന്ന മെമ്പർമാർ, PM മുഹമ്മദ് അലി ബാബു ഇപ്പോഴേക്കും ഇവിടെ MLA എത്തി, അതുകൊണ്ടാണ് ലേറ്റായത്. ആദ്യം തന്നെ അത് ക്ഷമ ചോദിക്കുക. എന്തായിരുന്നാലും വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഈ വേദിയെ നോക്കിക്കാണുന്നത്. നമ്മുടെ നാടിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയൊരു വളർച്ചയുടെ ഒപ്പം നിൽക്കുന്ന, ഒരു കൂട്ടായി നിൽക്കുന്ന ഒരു സംവിധാനമാണ് ക്ലബ്ബ് എന്ന് പറയുന്നത്. ഒരു നാടിൻ്റെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും കൂടെ നിൽക്കുന്ന ഒരു സംവിധാനം തന്നെയാണ് ഒരു നാടിൻ്റെ ക്ലബ്ബ് അല്ലെങ്കിൽ പ്രദേശത്തിൻ്റെ ക്ലബ്ബ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ കോവിഡ് വന്നു, അതുപോലെ തന്നെ ഫ്ലഡ് വന്നു, അതുപോലെ തന്നെ വയനാടിലെ ചൂരൽമല ഉരുൾപൊട്ടലെല്ലാം വന്നപ്പോൾ അതിൻ്റെ കൂടെ കൈത്താങ്ങായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഭാഗമാകായിട്ടുള്ള ഏറ്റവും കൂടെ നിന്നിട്ടുള്ള ഒരു ടീം എന്ന് പറയുന്നത് ഓരോ വിവിധ സംഘടനകളും ക്ലബ്ബുകളുമായിരുന്നു. പൊന്നാട എണീക്കുന്നതിന് വേണ്ടി തേഞ്ഞിപ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെരീഫ മേടപ്പിലിനെ സ്നേഹാദരങ്ങളോട് ക്ഷണിക്കുന്നു. വളരെയേറെ സന്തോഷമുണ്ട്. കാരണം ഈ ഒരു കെട്ട കാലത്ത് യുവാക്കളെല്ലാം ലഹരിക്ക് വേണ്ടി മറ്റു മാർഗങ്ങൾ തേടി പോകുമ്പോൾ ഈ നാട്ടിലെ നല്ലവരായ ചെറുപ്പക്കാർ, ഞാൻ മനസ്സിലാക്കുന്നത് 2008 മുതൽ പ്രവർത്തനം ആരംഭിച്ച ഒരു ക്ലബ്ബാണ് ഇത് എന്നാണ്. നടക്കാനുള്ളത് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നില്ല. എന്തായിരുന്നാലും കുറച്ച് ചെറുപ്പക്കാർ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതുപോലുള്ള ക്ലബ്ബുകൾ ഉണ്ടാകുന്നത് സാധാരണയാണ്. ക്ലബ്ബുകൾ ഉണ്ടാക്കുന്ന ചില പരിപാടികളൊക്കെ നടക്കും. അവസാനം ആ ക്ലബ്ബിലെ ഭാരവാഹികൾ ഒന്നുകിൽ ജോലി കിട്ടി പുറത്തു പോവുക, അല്ലെങ്കിൽ കല്യാണം കഴിച്ച് വേറെ കുടുംബമായി പോവുക, അതോടുകൂടി ആ ക്ലബ്ബ് ഇല്ലാതാവും. ഈ പ്രദേശത്ത് തന്നെ ഇതുപോലെ 2-3 ക്ലബ്ബുകൾക്ക് നേതൃത്വം കൊടുക്കാൻ ഞാനും എൻ്റെ കൂട്ടുകാരോടും സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് അതുപോലെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ
പീപ്പിൾസ് കൾച്ചറൽ ബ്യൂറോ ഇങ്ങനെ ക്ലബ്ബുകളൊക്കെ ഒരുപാട് പ്രവർത്തനം നടത്തി അവസാനം 4-5 കൊല്ലം കഴിഞ്ഞ് ഇല്ലാതായി. ഈ ഗാലക്സിയെ സംബന്ധിച്ചോളം 18 വർഷം അരിപ്പാറയിൽ ചെന്ന് പുഞ്ചപ്പാടത്തെത്തി. അതുപോലെ തന്നെ നമ്മുടെ പാറക്കടവിൽ നിന്നുള്ള ജനാബ് ഇബ്രാഹിം മുഹമ്മദ് സാഹിബ്, സഖാവ് കെ ഗോവിന്ദൻകുട്ടി, മറ്റ് വേദിയിലിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, ഗാലക്സി ആർട്സ് ആൻഡ് സ്പോർട്സിൻ്റെ പ്രവർത്തകർ, നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, കൊയപ്പ് പ്രദേശം വളരെ മനോഹരമായൊരു പ്രദേശമാണ്. 4 ഭാഗവും കുന്നുകളാൽ ചുറ്റപ്പെട്ട് നടുവിലൂടെ ഒഴുകുന്ന ഒരു അരുവി കോഹിനൂർ ചാലിയിൽ നിന്ന് ഉത്ഭവിച്ചു നമ്മുടെ കോഹിനൂർ അങ്ങാടിയിലൂടെ വന്ന് പാളമ്പ്ര ജുമാ മസ്ജിദിൻ്റെ സൈഡിലൂടെ, അതുപോലെ തന്നെ നമ്മളെ സമയം വളരെ അതിക്രമിച്ചുകൊണ്ട് കൂടുതൽ നീട്ടാനൊന്നുമില്ല. നമുക്ക് ഒരുപാട് പേരോട് നമുക്ക് നന്ദി പറയാനുണ്ട്. അവരോടൊന്ന് പേരെടുത്ത് പറയാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് അത് മാത്രമല്ല, കുറഞ്ഞ ആൾക്ക് നമ്മൾ എടുത്ത് പറയേണ്ട കുറച്ച് ആൾക്കാരുണ്ട്. അവരെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അതിന് മുന്നോടിയായിട്ട്